അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടമാലൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തൊണ്ടവേദനയാണ്, സൗണ്ട് കുറച്ച് പ്രോബ്ലം ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു മുട്ടമാല പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പെർഫെക്റ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ 10 മുട്ട വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മുട്ട ആദ്യം ഒന്ന് ഇതിൻ്റെ മഞ്ഞക്കുരു അതുപോലെ വെള്ളയും കൂടെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പെട്ടെന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ. അപ്പോൾ എല്ലാ മുട്ടയും ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം മാറ്റി വെക്കാം. ഈ ഒരു മഞ്ഞക്കുരു മാത്രം എടുത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇച്ചിരി ഫുഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്, യൂസ് ചെയ്തില്ലാലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് ബോട്ടലോ ചെറിയൊരു ഹോൾസ് ഇട്ടിട്ട്, സൂചി പോലുള്ള ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലുള്ള ഐസിങ് ബാഗിലോട്ട് ആക്കിയാലും മതി. എന്നിട്ട് ചെറുതായിട്ട് താഴെ കട്ട് ചെയ്യാം കേട്ടോ. വലിയ ഹോൾസ് ഇട്ട് കൊടുക്കണ്ട, നൂല് പോലെയാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വേണമെങ്കിൽ ഒരു 2 ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഈ ഒരു പഞ്ചസാര മെൽട്ടാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അത്രയും തിളപ്പിച്ചെടുത്താൽ മതി. ഒരു നൂൽ പരുവമാകണമെന്നൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട്, പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു മഞ്ഞക്കുരു ഇതിലോട്ട് ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഐസിങ് ബാഗിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ താഴെ ചെറുതായിട്ട് ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും. ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കുക. ഒരു 15 സെക്കൻഡൊക്കെ വേവിച്ചെടുത്താൽ മതി. ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇത് സെപ്പറേറ്റ് ആക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം ഇളക്കി കൊടുക്കണ്ട. ഒരു തവി വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു നൈഫ് വെച്ചിട്ടോ മെല്ലെ ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ അത് സെപ്പറേറ്റ് ആയി കിട്ടും. ആ ഒരു നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മാലയൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ആ ഒരു പഞ്ചസാര പാനിയൊക്കെ പോയിട്ട് നല്ല സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് മാല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ കോരി എടുത്തിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഈ ഒരു സമയത്ത് നമുക്കൊന്ന് ഫ്ലെയിം കുറക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു മാലയൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി.
അവസാനമാകുമ്പോഴേക്കും പഞ്ചസാര പാനി തിക്കാകുന്നുണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ആ ഒരു മഞ്ഞക്കുരു ഫുള്ള് ഇതുപോലെ മാല ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മുട്ട സിർക്ക എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുട്ടയുടെ വെള്ളം വെച്ചിട്ട് ഒരു പുഡിംഗ് പോലെ ഉണ്ടാക്കിയെടുക്കണം. പിഞ്ഞാണപ്പം എന്നും പറയുന്നുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടയുടെ വെള്ളയിലോട്ട് 2-3 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ ആ ഒരു മാല ഭയങ്കര മധുരമാണ്. അതുപോലെ 1 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മിക്സായി കിട്ടും. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു നെയ്യോ എണ്ണയോ പുരട്ടിയെടുത്ത ഒരു ട്രേയിലോട്ട് ആക്കി കൊടുക്കുക. നമ്മളിത് സ്റ്റീം ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഒരു സ്റ്റീമറിലോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു മോൾഡ് നമുക്ക് മൂടി വെക്കുന്നെങ്കിൽ മൂടി വെക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ ഈർപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഒരു മൂടിയോ വെച്ചിട്ട് അകത്തൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഒരു സ്ക്യൂർ കുത്തി നോക്കുമ്പോൾ മനസ്സിലാവും വെന്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നല്ലോണം ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുപോലുള്ള ഒരു കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ ആ ഒരു മാല ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും സെർവ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു മാല ഞാൻ ഒരു പ്ലേറ്റിലോട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കട്ട് ചെയ്തെടുത്ത നമ്മുടെ ആ ഒരു പിഞ്ഞാണക്കപ്പ് അല്ലെങ്കിൽ മുട്ട സുർക്ക എന്നൊക്കെ പറയുന്ന ആ ഒരു പുഡിങ് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ടമാലയാണ്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ടൂട്ടി ഫ്രൂട്ടി ഒന്ന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്